കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ജിതിൻ മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചു എന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസിൽ വെള്ളിയാഴ്ച വിധി പറയും. ആകാശ് തരത്തിലാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്നും. ആകാശ്, എന്തൊക്കെയായിരുന്നു ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ? നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഉറച്ച നിലപാടിലാണ് ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. വാദപ്രതിവാദത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഷാമിലി, അങ്ങനെ ജിതിൻ ഭാസ്കർ നൽകിയ ജാമ്യ ഹർജി മറ്റന്നാൾ വെള്ളിയാഴ്ച വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ഇന്ന് വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിട്ടില്ല. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിയായ ജിതിൻ ഭാസ്കർ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തു. അത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തത്. അതിനാൽ തന്നെ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. കൂടാതെ തന്നെ ഉറവിടവുമായി ബന്ധപ്പെട്ട കൃത്യമായി തന്നെയുള്ള തെളിവുകൾ പ്രതിക്കെതിരെ ഉണ്ട്. അതിനാൽ തന്നെ പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ജിതിൻ്റെ അഡ്വക്കേറ്റ് ഇക്കാര്യത്തെ പറ്റി പറയുന്നത് ഇത് 3 വർഷം, പരമാവധി 3 വർഷം ശിക്ഷ കിട്ടാനുള്ളൊരു വകുപ്പാണ്. കൂടാതെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനാൽ തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുത്ത സമയം തൊട്ട് ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരാളാണ് ജിതിൻ ഭാസ്കർ. അതിനാൽ തന്നെ പ്രതിയായ ജിതിൻ ഭാസ്കറിന് ജാമ്യം അനുവദിക്കണം. കൂടാതെ തന്നെ മൊബൈൽ റീസെറ്റ് ചെയ്തത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണെന്ന് എങ്ങനെ കരുതാൻ പറ്റുമോ, അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. കൂടാതെ തന്നെ ഇത് കാഫിർ സ്ക്രീൻഷോട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ പരാതിയുമായി വന്നത് CPM ആണ്. അതിനാൽ തന്നെ CPM ഈ വിവാദത്തിൽ ഒരു കഴമ്പില്ല. CPM ആണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നതും. കൂടാതെ തന്നെ ഈ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ വർഗീയ ധ്രുവീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഈ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം തെറ്റാണ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചേ പറ്റൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വിധി വെള്ളിയാഴ്ചത്തേക്ക് 3-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ബിന്ദുകുമാരി 3-ാം തീയതി ഇതിൻ്റെ വിധി പറയും. കൂടാതെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് റിബേഷും 3-ാം തീയതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അതും 3-ാം തീയതി തന്നെയാണ് പരിഗണിക്കുന്നത്. ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതിനാൽ തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത്. നിലവിൽ കൊയിലാണ്ടി സബ് ജയിലിൽ റിമാൻഡിലാണ് ജിതിൻ ഭാസ്കർ വെള്ളിയാഴ്ച കോടതിയിൽ എത്തും എന്നാണ് പറയുന്നത്. കൂടാതെ തന്നെ ഇതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് വടകരയിൽ യാതൊരുവിധ വർഗീയ ധ്രുവീകരണവും ഉണ്ടായില്ല. ഇത് പ്രചരിപ്പിച്ചപ്പോൾ തന്നെ CPM ആണ് ഇതിനെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി 3 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. അതിനാൽ ഈ പ്രതിക്കായ ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകണം. കൂടാതെ ജിതിൻ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തത് മറ്റു കാരണങ്ങളല്ല, തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാകും ഈ ഫോൺ റീസെറ്റ് ചെയ്ത് എന്ന് പറയാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത്. കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. വെള്ളിയാഴ്ചയാണ് ജാമ്യ ഹർജിയിലെ വാദം പൂർത്തിയായ സ്ഥിതിക്ക് വെള്ളിയാഴ്ചയാണ് കേസിൽ വിധി പറയുക.